ജിമ്മിൽ പോകുന്ന ആളുകൾ പല ന്യൂസുകളും അവർ കാണാറുണ്ട്. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ഈ ഇപ്പം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് കുറെ സെലിബ്രിറ്റി ലെവലിലുള്ള മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ആംഗിളിൽ അവർക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതായത് ബ്ലഡ് ടെസ്റ്റുകളോ കാര്യങ്ങളോ എന്തൊക്കെയാണ് അങ്ങനെ അവർക്ക് അറിയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? കാരണം അവർക്ക് ജിം എന്തായാലും നിർത്താൻ താല്പര്യമില്ല. അല്ല, അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇവർ ജനറ്റിക് ഹിസ്റ്ററി ആദ്യം എടുക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ജനറ്റിക് എന്ന് വെച്ചാൽ പേരൻസിന് ഹാർട്ട് അറ്റാക്സ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പേരൻസിന് ഹാർട്ടിനകത്ത് രക്തക്കോളിനകത്ത് ബ്ലോക്കുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം അറിയണം. സപ്പോസ് മെയിലിന് ലെസ് ദൻ 55 ഇയേഴ്സ് ഒരു ഫീമെയിലിന് ലെസ് ദൻ 65 ഇയേഴ്സ്, അതിന് മുമ്പേ ഹാർട്ട് അറ്റാക്സ് അല്ലെങ്കിൽ ഹാർട്ടിനകത്ത് ബ്ലോക്കുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രീമെച്യൂർ CAD എന്ന് പറയും. എന്ന് വെച്ചാൽ സമയത്തിന് മുമ്പേ കണ്ടെത്തുന്ന ഹാർട്ട് ഡിസീസ്. കുറച്ച് 70 ഇയേഴ്സ് 80 ഇയേഴ്സിൽ വരുന്ന ഹാർട്ട് അറ്റാക്സും ഹാർട്ട് ഡിസീസൊക്കെ ഓൾമോസ്റ്റ് ഇറ്റ്സ് ഏജ് റിലേറ്റഡ്. അതിന് നമ്മൾ ഈ പ്രീമെച്യൂർ ആണ് എന്ന് പറയില്ല. സമയത്തിന് മുമ്പേ വരുന്ന ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സമയത്തിന് മുമ്പേ വരുന്ന ഹാർട്ട് ഡിസീസ് നമ്മളതിന് നമ്മൾ പറയാറില്ല. പക്ഷേ ലെസ് ദൻ 55 ഇയേഴ്സ് ഇൻ മെയിൽസ് ആൻഡ് ലെസ് ദൻ 65 ഇയേഴ്സ് ഇൻ ഫീമെയിൽസ്, അങ്ങനെ നമ്മളെ പേരൻസിന് അങ്ങനെ ഉള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ നേരത്തെ ഈ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എലിവേറ്റഡ് ആണെങ്കിൽ, സപ്പോസ് LDL കൊളസ്ട്രോൾ ഒരു ലിമിറ്റ് മോർ ദൻ 190 ആണെങ്കിൽ, അത് മോസ്റ്റ്ലി ഇതൊരു ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ഹൈ കൊളസ്ട്രോൾ ആണ്, അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്ന ഹൈ കൊളസ്ട്രോൾ അല്ല. അപ്പോൾ 190 കൂടുതലാണെങ്കിൽ അവർക്ക് നമ്മൾ കുറച്ചും കൂടി മെഡിസിൻ മേ ബി ലാസ്റ്റ് റിസോർട്ട്, പക്ഷേ അവർക്ക് കുറച്ചും കൂടി നമ്മൾ ഈ പറയുന്ന ഈ ഡയറ്ററി മോഡിഫിക്കേഷൻസ്, ഡയറ്റിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് വേണം, അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി ഇവാലുവേഷൻ നമുക്ക് നേരത്തെ തുടങ്ങാം. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനാണ് നമ്മൾ ഈ പറയുന്ന ഈ ജിമ്മിൽ പോയിട്ട് ചെറിയൊരു ബ്ലോക്ക് ആയിരിക്കും, അവർക്ക് ഒരു 30% ആയിരിക്കാം, ചെറുപ്പത്തിലേ തുടങ്ങിയ ബ്ലോക്ക് ആയിരിക്കാം, ഒരു 15-20 ഇയേഴ്സിൽ ചെറിയൊരു ഫാറ്റി സ്ട്രീക്കായി തുടങ്ങിയിട്ട് അത് മെല്ലെ കൂടി വന്നിട്ടുണ്ടാവും. 30 ഇയേഴ്സ് ഓഫ് ഏജിൽ അവർക്ക് ചിലപ്പോൾ ഒരു 30% ബ്ലോക്ക് ആയിരിക്കും. പക്ഷേ അവർ ആ ഇൻറ്റൻസ് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, ഇൻറ്റൻസ് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് വരും, എഡ്രിനാലിൻ ഡ്രൈവ് കൂടും. അപ്പോൾ ഈ ബ്ലോക്ക് ഈ ചെറിയ 30% ബ്ലോക്ക് ആയിരിക്കും, വലിയൊരു തടസ്സമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ആ സമയത്ത് എഡ്രിനാലിൻ ഡ്രൈവ് കൂടുന്ന സമയത്ത് അൺസ്റ്റേബിൾ ആവും, ബ്ലോക്കിനകത്ത് പൊട്ടൽ വരും ആൻഡ് ഇറ്റ് ജസ്റ്റ് ബ്ലോക്സ് ഓഫ് 100% ബ്ലോക്കേജ് വരും. ഫോർ എക്സാമ്പിൾ, വീണ്ടും ഒരു അതേ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സോ ദിസ് ഈസ് യുവർ ഒരു 50% ബ്ലോക്ക്, ഓക്കെ, ഒരു 30 to 50% ബ്ലോക്ക്. അതിൽ വലിയൊരു തടസ്സമൊന്നുമില്ല, പേഷ്യൻ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഓക്കെ സോ ഫാർ. ബട്ട് ഈ ഇൻറ്റൻസ് ഹൈപ്പർ ഇൻറ്റൻസ് അഡ്രിനാലിൻ സർജ് വരുന്ന സമയത്ത് ഇതേ ബ്ലോക്ക് ഇതിനകത്ത് റപ്ചർ ആവും. ഈ ബ്ലോക്കിനകത്ത് റപ്ചറായിട്ട് ഇതിനകത്ത് ഇവിടെ ചെറിയ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ സിമ്പത്തറ്റിക് ചേഞ്ചസ് വരും, ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക്, ബ്ലഡ് ഫ്ലോ ഇല്ലാതാവും. അതാണ് ഇവിടുന്ന് ഇവിടെ വരെ പ്രോഗ്രസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ഓൺലി എ ഫ്യൂ മിനിറ്റ്സ്. അതാണ് ഇവർ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, ആൻഡ് ദെൻ സം ഡിസ്കംഫർട്ട്, ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഡിസ്കംഫർട്ട് ആൻഡ് കുഴഞ്ഞു വീണു വെച്ചു. ഈ കുഴഞ്ഞു വീഴുന്നത് ബേസിക്കലി ഇത് കംപ്ലീറ്റ് ബ്ലോക്കേജ് ആകുമ്പം രക്തോട്ടം ഇല്ലാതാവും. അപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിന് കംപ്ലീറ്റ്ലി രക്തോട്ടം ഇല്ലാതാവുമ്പോഴാണ് ഈ മേജർ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്. അപ്പോൾ സർ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഇപ്പം ഇതൊരു പുതിയ അറിവ് എന്നുള്ള ലെവലിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ ഇപ്പം സാറ് പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ വരുന്ന ഒരു കാറ്റഗറൈസേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഞാനിപ്പം വർക്കൗട്ട് ഒന്നുമില്ല, റെഗുലറായിട്ട് കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇപ്പം കുറേ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു, ഫാമിലി ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നോമ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും ഓക്കെ, അതിന്റെ ശേഷമാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ ലെവൽ നോക്കുമ്പോൾ അതിന്റെ പ്രൊഫൈലിംഗ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൊളസ്ട്രോൾ ഹൈ ആണോ അല്ലെങ്കിൽ LDL ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ജനറ്റിക് റീസൺ ആയിരിക്കണം നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ എസ്പെഷ്യലി വളരെ ജനറ്റിക് ഡിറ്റർമിനേഷൻ വളരെ ഹൈ ആയിട്ട് നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ജനറ്റിക് എന്ന് ഉദ്ദേശിക്കുന്ന ഹെറിഡിറ്ററി, ജനറ്റിക് ആയിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ജീൻസ് വഴി നോക്കിയാൽ ജനറ്റിക് ഡിറ്റർമിനൻസ് പലതും ഉണ്ട്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ച ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ കാണേണ്ട ഒരു സാധാരണ ആവറേജ് പേഷ്യന്റിനേക്കാൾ പേരൻസിന് ഹാർട്ട് അറ്റാക്സ് വന്നിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ 2 to 3-fold റൈസ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് 2 മുതൽ 3 ഇരട്ടി ചാൻസ് ആണ് ആ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്സ് വരാനുള്ള സാധ്യത, ഹാർട്ട് അറ്റാക്ക് ഓർ ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത 2 മുതൽ 3 ഇരട്ടി കൂടുതലാണ് ഒരു ആവറേജ് ആളെ കമ്പയർ ചെയ്ത് നോക്കും. ദാറ്റ്സ് എ വെരി ഹൈ എമൗണ്ട് അല്ലേ, രണ്ടുപേരും ഉണ്ടെങ്കിൽ. അതുകൊണ്ട് അമ്മയുടെയും കൂടി വരുമ്പോൾ ചാൻസസ് എക്സ്ട്രീംലി ജസ്റ്റ് ഗോ അപ്പ്. കൊളസ്ട്രോൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരിക്കൽ ഒരു 20-25 വയസ്സാകുമ്പോൾ ഒരിക്കൽ നോക്കാം നമ്മളെ പ്രൊഫൈൽ എങ്ങനെയുണ്ട്, നമ്മളെ കൊളസ്ട്രോൾ സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ട്. ഇഫ് യു ഹാവ് നോ ഫാമിലി ഹിസ്റ്ററി ആൻഡ് വലിയൊരു കൊളസ്ട്രോൾ LDL ഒക്കെ ഒരു 130 താഴെയൊക്കെ ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി ഓർ യു ഡോണ്ട് നീഡ് മെഡിസിൻസ്.
മെഡിസിൻസിൻ്റെ ആവശ്യമില്ല. അണ്ടർസ്റ്റാൻഡ്. പിന്നീട് നമ്മൾ ഡയബറ്റീസും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതൊക്കെ യൂഷ്വലി ഒരു 30-35 വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ അതെ. അതിൻ്റെ ഒരു യൂഷ്വൽ ഓൺസെറ്റ്. അപ്പോൾ അങ്ങനെ കൊളസ്ട്രോൾ ഹാസ് ടു ബി ചെക്ക്ഡ് വെരി ഏർലി.